ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നികുതി പരിഷ്കാരങ്ങൾ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന അവകാശവാദങ്ങൾ ശക്തമായിരുന്നു എങ്കിലും പുതിയ സാമ്പത്തിക കണക്കുകൾ ഈ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് സുപ്രീം കോർട്ട് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നൽകിയ പുതിയ വിധികൾക്ക് പിന്നാലെ നികുതി സംബന്ധമായ ചില നടപടികൾക്ക് തിരിച്ചടി ലഭിച്ചതായി വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയുടെ ദേശീയ കടം കുതിച്ചുയർന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ആശങ്ക. ഏകദേശം $39 ട്രില്യൺ കടന്നിരിക്കുന്ന ഈ കടം രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 120% വരുന്നത് സാമ്പത്തിക സ്ഥിരതയ്ക്ക് വെല്ലുവിളിയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ കടത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. കടപരിധി താൽക്കാലികമായി നീക്കിയതിനു ശേഷം കടം വേഗത്തിൽ ഉയർന്നതും സാമ്പത്തിക നിയന്ത്രണങ്ങളുടെ അഭാവം ചൂണ്ടിക്കാണിക്കുന്നുവെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. നികുതി ഇളവുകൾ മുഖേന വരുമാനം വർദ്ധിപ്പിക്കാമെന്ന ആശയമാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ സർക്കാർ വരുമാനം കുറയുകയും ചെലവുകൾ ഉയരുകയും ചെയ്തതോടെ ധനഭാവം കൂടുതൽ ഗുരുതരമായി. പ്രത്യേകിച്ച് പ്രതിരോധ ചെലവുകൾ, ആരോഗ്യമേഖല, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയിൽ ചെലവുകൾ കുതിച്ചുയർന്നതാണ് സാമ്പത്തിക സമ്മർദ്ദം കൂട്ടിയത്. കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസ് പുറത്തിറക്കിയ വിലയിരുത്തലുകൾ പ്രകാരം അടുത്ത 10 വർഷത്തിനുള്ളിൽ യുഎസിന്റെ ദേശീയ കടം ഓരോ വർഷവും ശരാശരി $2 ട്രില്യൺ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 2030കളുടെ മധ്യത്തോടെ ഇത് $60 ട്രില്യൺ മുകളിലെത്താമെന്നും പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് ആഗോള സാമ്പത്തിക രംഗത്തും വലിയ പ്രതിഫലനം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടെ പലിശ ചെലവുകൾ തന്നെ യുഎസ് സർക്കാരിന്റെ പ്രധാന ചെലവ് ഭാഗങ്ങളിലൊന്നായി മാറുകയാണ്. സോഷ്യൽ സെക്യൂരിറ്റിയും മെഡിക്കെയർ പോലുള്ള വലിയ സാമൂഹിക പദ്ധതികളുടെ ചെലവുകൾക്കൊപ്പം തന്നെ കടപ്പലിശയും ഉയർന്നുവരുന്നത് ഭാവിയിൽ ധനകാര്യ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കാൻ ഇടയാക്കും. ഇതിനകം തന്നെ സർക്കാർ വരുമാനത്തിന്റെ വലിയൊരു വിഹിതം പലിശയടയ്ക്കാൻ ചെലവഴിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വിദേശ നയങ്ങളിലും ഈ സാമ്പത്തിക സമ്മർദ്ദം പ്രതിഫലിക്കുന്നുവെന്നാണ് ചില നിരീക്ഷകരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക നീക്കങ്ങളിൽ സൂക്ഷ്മമായ സമീപനം സ്വീകരിക്കുന്നത് സാമ്പത്തിക പരിമിതികൾ കൊണ്ടാണെന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രതിരോധ ചെലവുകൾ ഇതിനകം തന്നെ ഉയർന്ന നിലയിൽ തുടരുന്നതിനാൽ പുതിയ യുദ്ധങ്ങളിൽ പ്രവേശിക്കുന്നത് സാമ്പത്തികമായി ഭാരം കൂടിയ നടപടിയായിരിക്കും. ചരിത്രപരമായി നോക്കുമ്പോൾ യുഎസിന്റെ ദേശീയ കടം പതുക്കെ ഉയർന്നു വന്നിരുന്നെങ്കിലും കഴിഞ്ഞ 2 ദശകങ്ങളിൽ അതിവേഗ വർധനയാണ് കാണുന്നത്. 1990കളിൽ ഏതാനും ട്രില്യൺ ഡോളറായിരുന്ന കടം ഇന്ന് പല പട്ടികയായി ഉയർന്നിരിക്കുകയാണ്. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾ, മഹാമാരികൾ, നികുതി ഇളവുകൾ, യുദ്ധച്ചെലവുകൾ എന്നിവയുടെ കൂട്ടിച്ചേരലാണ് ഈ വർധനവിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. മൊത്തത്തിൽ നിലവിലെ കണക്കുകൾ കാണിക്കുന്നത് യുഎസിന്റെ ധനകാര്യ നിലപാട് കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്ന ഘട്ടത്തിലാണ് എന്നതാണ്. നികുതി നയങ്ങൾ, ചെലവ് നിയന്ത്രണം, സാമ്പത്തിക വളർച്ച എന്നിവ തമ്മിൽ ശരിയായ സന്തുലനം കണ്ടെത്താൻ കഴിയാത്ത പക്ഷം ഭാവിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.